Deepa Smaker is here inside my house. Now the time is 10:50 and today is 5th February. Okay, 5th February. Here with my mother I am. And I have uploaded the video which shows how these criminals will be putting fire early morning only. Early morning started. Hours passed. Okay. Like that these criminals will be polluting the environment, and then these criminals will start spraying this smoke and poisonous gas into my nostrils to harm my lungs. Actually, to these criminals want to loot insurance. And what I have to say is this, Subramanian, you can inquire and come and inquire at our Kayamkulam court, actually civil court. There this bastard Subramanian is having a civil case with Sarala Devi Panikkar, from whom he wanted to loot property, 18 cents of land, her 18 cents of land, and this Subramanian forged her document, and even did signature, a fake signature of that lady Sarala Devi Panikkar, actually. And you can inquire all these things. Actually, you can come and inquire. And such a fraud person this bastard is. This Subramanian is such a fraud, actually, and doing so much such type of criminal activities these criminals are always doing. Even cutting my camera to do editing, this and that. Okay, like that these criminals are actually doing these things. And here now the time is 9:50, and നിങ്ങൾക്ക് വന്ന് തിരക്കാൻ പറ്റും. നിങ്ങൾ വന്ന് തിരക്കി അറിഞ്ഞോ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ കള്ളയൊപ്പിട്ട് സർലാദേവി എന്ന് പറയുന്ന സർല ആൻറ്റിയുടെ ദേവി പണിക്കർ എന്നാണ് പേര്. ആ ആൻറ്റിയുടെ ഇവൻ വന്നു കയറിയതാണ്. ഇവൻ വന്നു കയറിയ ഒരു തെണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞവർ എങ്ങാണ്ട് മലബാറിൽ നിന്നോ എങ്ങാണ്ട് ചെരുപ്പൂത്തിയാണ് ഇവൻ, കണിയാൻ ചെരുപ്പൂത്തി. ഇവൻ ഇവിടെ വന്നതാണ്. ഇവൻ എന്നിട്ട് കള്ളയൊപ്പിട്ട് പ്രോപ്പർട്ടി തട്ടിയെടുക്കാൻ നോക്കി. അങ്ങനെ അവർ കേസ് കൊടുത്തു. അങ്ങനെ ഇവൻ ഫോർജ്ഡ് ഡോക്യുമെൻസും സിഗ്നേച്ചറും ഒക്കെ ഫോർജ് ചെയ്തിട്ട് ഇവൻ നടക്കുന്നത്. അങ്ങനെ കോടതി ഇവൻ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം വക്കീൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു. വക്കീൽ വന്ന് ആ വക്കീലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ വസ്തുവിൻ്റെ ഉടമൻ സർലാദേ പണിക്കർ എന്ന് പറയുന്ന അവരുടെ മകനോട് ഇവൻ ഭയങ്കര അടിക്കാനൊക്കെ ചെല്ലുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക്കീൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വക്കീൽ പറഞ്ഞു ഇങ്ങനെ ഒരു അയലത്ത് മതി എന്നുള്ളത്. സത്യമാണ്. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നെങ്കിലും നമ്മൾ വേറെ എവിടെയൊക്കെയോ ഇരിക്കുന്നതെന്നൊക്കെയുള്ള അങ്ങനത്തെ കള്ള കഥകളാണ് ഇവളുമാരുണ്ടാക്കുന്നത്. അതുപോലെ ആൾമാറാട്ടം, ഇവളുമാർ ഇതാണ് ആൾമാറാട്ടം നടത്തുക. ഇങ്ങനെ പല പല വേലകളാണ് ഇവളുമാർക്കുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റ് തുറന്ന് അവിടോട്ട് പോയാൽ അവിടെ കൂടെ അങ്ങ് പോയെന്ന് വരുത്തുക. ഇങ്ങനെയൊക്കെ പല പല കഥകളാണ്. നമുക്കെങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മുടെ അവിടെ പുറത്ത് ചെടിയുണ്ട്. അപ്പോൾ നമ്മളവിടെ അതിന് വെള്ളം ഒഴിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല കള്ളത്തരങ്ങളുമായിട്ട് ഇവളുമാർ നടക്കുക. അപ്പം നിങ്ങൾക്ക് വന്ന് തിരക്കി നോക്കാം. അപ്പം വക്കീൽ പറഞ്ഞു നീ ഇരിക്കുമൊന്നും വേണ്ട, നിനക്ക് ഇവന് വയസ്സായി, ഇവന് ഇരിക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു വക്കീൽ പറഞ്ഞു നിനക്ക് ഇതുപോലുള്ള എനർജിയൊന്നും അല്ലായിരുന്നല്ലോ. അവർ വന്നപ്പോൾ നല്ല എനർജി, നീ കുറേ ഡ്രാമ കാണിക്കുന്ന കണ്ടല്ലോ, നിനക്ക് എന്തോ ഇനി ഇരിക്കാനാ. അവനെ ഇരുത്തിയില്ല. നീ ഇരിക്കണ്ട, നീ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. 1.25 മണിക്കൂർ ഇവനെ നിർത്തി പൊരിച്ച് ഇവൻ്റെ ഡോക്യുമെൻസും എല്ലാം കള്ളയൊപ്പിൻ്റെ എല്ലാം ഇതാക്കി, കള്ളയൊപ്പാണെന്നും എല്ലാം വരുത്തി. അപ്പോൾ ഇനി അവർ ഫോർജറിക്കെതിരെ കേസ് കൊടുക്കും. ഫോർജറിക്ക് കേസ് കൊടുക്കും ഇവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കരുതല്ലോ. ഇവൻ കള്ളനാണ്. ഇവൻ ആൾമാറാട്ടം നടത്തി, മാസ്കും വെച്ച് ആൾമാറാട്ടം നടത്തി അങ്ങ് നടപ്പാണ് ഇവൻ്റെ ജോലി. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടികൾ. നിങ്ങൾക്ക് വന്ന് തിരക്കാം. 93 മുതലും ഞങ്ങളോടായിരുന്നു കേസ്, എൻ്റെ അമ്മയോട്. 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ. പിന്നെ 7 സെൻറ്റും കൂടെ ഞങ്ങൾക്ക് തരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇതിനോട് കൂടെ ഞാൻ പറയുന്നുണ്ട് എപ്പോഴും, ഈ പ്രോപ്പർട്ടി എൻ്റെ അച്ഛൻ്റെ ഷെയറാണ്. ഇതിൻ്റെ സർവേ നമ്പർ 7/28. പിന്നെ 2 പ്രോപ്പർട്ടിയും കൂടെ എൻ്റെ അമ്മ 10 സെൻറ്റ് ഞങ്ങൾക്ക് ഇത്രയും ഇവിടെ ഈ വീടുമായിട്ട് ചേർന്ന് കുറവായതുകൊണ്ട് 10 സെൻറ്റും കൂടെ വാങ്ങിച്ച് ഞങ്ങളോട് ഒരു 100 പവൻ വാങ്ങിക്കാനുള്ള കാശ് ഇവൻ ചിലവാക്കിച്ചിട്ടുണ്ട് അന്ന്. അങ്ങനെ ഇങ്ങനെ വലിയ ശല്യമായി ഇവനെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മഹാശല്യം പിടിച്ച ഇവൻ.
അങ്ങനെ ഇവനെ അത് കഴിഞ്ഞ് ഇവരോടായി. പിന്നെ ഞങ്ങൾ കേസ് ജയിച്ച് ഇവൻ പിന്നെ 10 സെൻറ്റ് ഞങ്ങൾ വാങ്ങിച്ചതിന് ഇവൻ വഴക്കിട്ട് അവസാനം ഞങ്ങൾക്ക് 7 സെൻറ്റ് കൂടെ തരേണ്ടി വന്നു. അങ്ങനെ 17ഉം 10ഉം 17ഉം ഈ 9 സെൻറ്റും കൂടെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. 7/20, 8, 7/28, 7/32 ആൻഡ് 7/33. ഇതാണ് സർവേ നമ്പർ. ഇതെൻ്റെ പേരിലാണ്. 7 സെൻറ്റ് ഞാൻ തന്നെ വാങ്ങിയതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രോപ്പർട്ടി. പിന്നെ ബാക്കി ഒരു 35 പിന്നെ 52 സെൻറ്റ് സ്ഥലം. 35 വീതം ഇവിടെ തന്നെ ഉണ്ട്. അത് നമ്മുടെ ഈ ഭർണിക്കാവ് വില്ലേജിൽ തന്നെയാണ്. പിന്നെ ഒരു 52 സെൻറ്റ് സ്ഥലമുള്ളത് അത് തെക്കേക്കര വില്ലേജിലുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തട്ടിയെടുക്കണം എന്നുള്ള ഗൂഢമായ ഉദ്ദേശത്തോടെ ഭയങ്കര കള്ളികൾ നടക്കുകയാണ്. ഇതുപോലെ ഇവൻ്റെ മോനെ ഇതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇവൻ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടി ഇവനെ മയക്കി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലിട്ട് 3 കോടിയാണ് ഗൾഫ് ഇൻഷുറൻസ് കിട്ടിയത്. ഇന്നലെയാണ് ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. 3 കോടി ഗൾഫ് ഇൻഷുറൻസ് ഇവന് കിട്ടി. പിന്നെ ഇവിടുന്ന് എങ്ങാണ്ട് 55 ലക്ഷവും. അപ്പോൾ ഇത്രയെല്ലാം കൊണ്ടൊന്നും ഇവനങ്ങ് അഹങ്കാരമാണ്. ഇവൻ നമ്മളെ അങ്ങ് ചീത്ത വിളിക്കുക, തുണി പൊക്കി കാണിക്കുക. ഇവൻ എന്തോ അങ്ങ് ചെയ്യും. ഇവൻ എന്തൊക്കെയോ ഗൂണ്ടകളാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ അതിനാണ് എന്നെ വെച്ചും ഇതുപോലെ നമ്മളുടെ LLB സർട്ടിഫിക്കറ്റ്, LLB എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഇതുപോലെ എനിക്ക് വട്ടാണെന്ന് വരുത്തിയിട്ടും അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മുടെ LLB ജോലി ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ വരുത്തി ഇതുപോലെ 3 കോടിയൊക്കെ തട്ടിയെടുക്കാനായിട്ടും ഒക്കെയുള്ള പല വേലകളാണ് ഇവ മാറുന്നത്. ഇങ്ങനെ നമ്മുടെ വട്ടേ എന്നൊക്കെ വിളിക്കുക. ഇവനങ്ങ് പ്രാന്ത, ഇവനങ്ങ് തുണി പൊക്കി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് ഭയങ്കര രോഗമായിട്ട് ഇവനങ്ങ് നടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കോടികൾ തട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കോടികൾ തട്ടിയെടുക്കുന്ന ഗൂഢസംഘമാണ്. എൻ്റെ മോനെ ഇതുപോലെ മോഹൻ സിംഗ് എന്ന് പറയുന്നതിന് കുറേ അവന്മാരും എല്ലാം കൂടി കുറേ അവന്മാർ ഇവൻ്റെ പാതിരാത്രിക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രാത്രിയിൽ 11 മണി 12 മണി ആയപ്പോൾ ഇവനെ പറഞ്ഞു വിട്ട് ഇതിനകത്തെല്ലാം ഏതാണ്ടെല്ലാം കലക്കി ചേർത്ത് പറഞ്ഞു വിട്ട് അങ്ങനെ ഇവൻ പോയി മറിഞ്ഞു വീണ് ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണ് ആക്സിഡൻ്റ് ആണെന്ന് വരുത്തി രാജേഷ് ഗംഗ, മോഹൻ സിംഗ് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അവന്മാരെല്ലാം കൂടെ അവനെ ആശുപത്രി കൊണ്ട് മയക്കി കെട്ടിയിട്ട് കാലും കൈയും കെട്ടിയിട്ട് എന്നിട്ട് കോമയാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തെല്ലാം കള്ളത്തരങ്ങളാണെന്നറിയാവോ. അങ്ങനെല്ലാം പൈസയൊക്കെ ഒപ്പിച്ചിപ്പം നടക്കുകയാണ്. ഇവൻ്റെ പെണ്ണുപിള്ള എന്ന് പറഞ്ഞൊരു കള്ളി വന്ന് അവൾ നിമിഷ നേരം കൊണ്ടാണ് വലിയ വീടൊക്കെ വെച്ച് ഇവനെ എങ്ങാണ്ടൊക്കെ തള്ളുകയും ചെയ്തു. എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം നമ്മളോടങ്ങ് പിടുത്തമാണ്. ഇപ്പം ഇനി എൻ്റെ കോടികൾ എന്നെ വെച്ച് കോടികൾ തട്ടിയെടുക്കണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ അവന്മാരും ഇങ്ങനെ നടക്കുക. ഈ ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ്, മറ്റേ ഇൻഷുറൻസ്, മറിച്ച് ഇൻഷുറൻസ്, അങ്ങനെ കുറേ ഇൻഷുറൻസ് എന്നെ വെച്ച് പറ്റിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇതെല്ലാം ആരുടെയോ കയ്യിലുണ്ട് എൻ്റെ പൈസകളൊക്കെ. എന്നെ വെച്ച് ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് ഒക്കെ ആരാണ്ട് എൻ്റെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വാങ്ങിച്ച കുറച്ച് ഇങ്ങനെ കുറേ പൈസകളൊക്കെ ഉണ്ട് ഇവന്മാരുടെ കയ്യിൽ. എൻ്റെതാണ് അതെല്ലാം. ഞാൻ ജോലി നോക്കിയ പല രീതിയിൽ നമ്മൾ ജോലി നോക്കിയ ഇത് എല്ലാം വാങ്ങിച്ചിങ്ങനെ പുട്ടടിച്ച് നടക്കുക ഇവന്മാർ, ഈ കള്ളന്മാർ. ഇങ്ങനെ കള്ളയൊപ്പും പിന്നെ ആൾമാറാട്ടമൊക്കെ നടത്തി ഇങ്ങനെ നടപ്പാണ് ഇവന്മാരുടെ ജോലി. ഇതാണ് ഇവന്മാരുടെ ജോലി.